ഈ ക്രിസ്മസിന് മലയാളികൾക്ക് വിരുന്നായി 4 ചിത്രങ്ങളാണ് പ്രധാനമായും തിയേറ്ററുകളിലെത്തിയത്. നമുക്ക് 4 ചിത്രങ്ങളുടെയും വിശേഷങ്ങളെക്കുറിച്ച് നോക്കാം. അതിലെടുത്തു പറയേണ്ടത് അഖിൽ സത്യൻ സംവിധാനം ചെയ്ത നിവിൻ പോളി ചിത്രം തന്നെയാണ് സർവമായ. മലയാളികൾ ഒന്നടങ്കം സ്വീകരിച്ച ഒരു നല്ല കൊമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് തന്നെയായിരുന്നു അഖിൽ സത്യന്റെ ഈ ചിത്രം. മമ്മൂട്ടി സത്യനന്ദിക്കാരൻ്റെ ഒരു മെസ്സേജ് അയച്ചത്രേ, തൻ്റെ മകൻ വിളമ്പിയ സദ്യ മുഴുവനും ഞാൻ കഴിച്ചുവെന്ന്. അതായത് ഒരു മെഗാസ്റ്റാർ അങ്ങനെ ഒരു മെസ്സേജ് അയക്കണമെങ്കിൽ ആ സിനിമ എന്തുമാത്രം മനോഹരമായി അദ്ദേഹവും ആസ്വദിച്ചിരിക്കണം. മലയാളികൾ ഒന്നടങ്കം ഒരു നല്ല റെസ്പോണ്ടോടുകൂടി ആ ചിത്രത്തിനെ ഏറ്റെടുത്തപ്പോൾ ആ ചിത്രം 100 കോടിക്ക് മുകളിൽ കുതിക്കുകയും ചെയ്തു. നിവിൻ പോളിയും റിയ ഷിബുവും അജു വർഗീസും നിറഞ്ഞ് ആടിയിരിക്കുകയാണ് ഈ സിനിമയിൽ. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നിവിൻ പോളി ഒരു സാധാരണക്കാരനായി എത്തിയപ്പോൾ മലയാളികൾ അത് ഇരു കൈയും നീട്ടി സ്വീകരിച്ചു എന്ന് വേണം പറയാൻ. ഒപ്പം അജു വർഗീസുമായുള്ള കോംബോ സീൻസും. സിനിമ എന്തായാലും നമുക്ക് തിയേറ്ററിൽ നല്ലൊരു അനുഭവം തന്നെ തന്നു. അത് എന്തായാലും മലയാള സിനിമയ്ക്ക് ഗുണം തന്നെ ചെയ്തു. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ചിത്രം മോഹൻലാലിനെ നായകനാക്കി നന്ദകിഷോർ സംവിധാനം ചെയ്ത വൃഷഭയായിരുന്നു. റിലീസിന് മുമ്പേ ആ ടീസറെല്ലാം വന്ന സമയത്ത് ഒത്തിരി മനോഹരം ഒരു ചിത്രമെന്ന് നമ്മളെല്ലാം കരുതിയിരുന്നെങ്കിലും തിയേറ്ററിൽ അതിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. ഒരു വൻ ഫ്ലോപ്പിലേക്ക് ആ സിനിമ കൂപ്പുകുത്തുകയാണ് ഉണ്ടായത്. ഏകദേശം 70 കോടിയോളം മുടക്കിയ ആ സിനിമ വളരെ കുറഞ്ഞ ഒരു തുക, അതായത് 10 കോടിക്ക് താഴെ ഒരു തുകയിൽ അതിൻ്റെ തിയേറ്ററിലെ ഓട്ടം അവസാനിപ്പിക്കേണ്ടി വന്നു എന്ന് വേണം കരുതാൻ. എന്തോ ആ സിനിമ മലയാളികൾക്ക് വർക്കായില്ല. മലയാളികൾക്കെന്നല്ല, ഇന്ത്യയിൽ ഒരിടത്തും അത് വർക്കായില്ല. ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയായിരുന്നു ആ മോഹൻലാൽ ചിത്രം മോഹൻലാലിൻ്റെ പ്രേക്ഷകർ കാത്തിരുന്നത്. മറ്റൊരു ചിത്രം ഷെയ്ൻ നിഗം നായകനായി എത്തിയ ഹാലാണ്. ഇത് റിലീസിന് മുമ്പേ തന്നെ ഒരു 15ഓളം വെട്ടുകൾ ആ സിനിമയ്ക്ക് സെൻസർ ബോർഡിൽ നിന്ന് നേരിടേണ്ടി വന്നു. അങ്ങനെയും ആ സിനിമ റിലീസിന് മുമ്പേ ചർച്ചാ വിഷയമായിരുന്നു. ഒരു സാധാരണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ല ചിത്രം തന്നെ ആയിരുന്നു. എങ്കിലും തിയേറ്ററിൽ വൻ ചലനമൊന്നും സൃഷ്ടിക്കാൻ ഈ ചിത്രത്തിനുമായില്ല. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു സിനിമ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത ബബ്ബപ്പെ ആയിരുന്നു. ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ കുറച്ച് മുന്നേ ആ സിനിമ റിലീസ് ചെയ്ത് തിയേറ്ററിൽ നിന്ന് മാക്സിമം കളക്ഷൻ നേടുകയായിരുന്നു നിർമ്മാതാക്കളുടെയും ഉദ്ദേശം. ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഗംഭീര അഭിപ്രായം പറഞ്ഞ ഒരു സിനിമയായിരുന്നു അത്. കാരണം ഒരു ലോജിക്കുമില്ലാതെ പോയി കണ്ടാൽ വളരെ രസിക്കും എന്ന് എല്ലാവരും കരുതി. ആദ്യം അങ്ങനെ തന്നെ ഒരു റെസ്പോൺസ് ആ സിനിമയ്ക്ക് കിട്ടുകയും ചെയ്തു. മോഹൻലാലിൻ്റെ അതിഥിവേഷവുമെല്ലാം വളരെ പോസിറ്റീവ് ട്രെൻഡിലേക്ക് വന്നു. പക്ഷേ എന്തോ 2 ഷോ കഴിഞ്ഞപ്പോൾ മലയാളികൾ ചിന്തിച്ചു, ഈ മണ്ടൻ കഥയും കേട്ട് നമ്മൾ എന്തിനിരിക്കണം, നമ്മൾ മലയാളികളല്ലേ, നമുക്ക് കുറച്ചുകൂടി ബുദ്ധിയില്ലേ, ഇങ്ങനെ ഒരു സങ്കല്പീയ കഥ കൊണ്ടുവന്നിട്ട് നമ്മളെ പറ്റിക്കണമോ എന്ന് മലയാളികൾ ചിന്തിച്ചു തുടങ്ങി. എന്തായാലും ഈ സിനിമയും ദിലീപിനൊരു വലിയ രക്ഷയായില്ല എന്ന് തന്നെയാണ് തിയേറ്റർ റെസ്പോൺസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ക്രിസ്മസ് അഖിൽ സത്യൻ കൊണ്ടുപോയി നിവിൻ പോളിയെയും അജു വർഗീസിനെയും കൂട്ടുപിടിച്ച് ഒരു നല്ല സിനിമ മലയാളികൾക്ക് രസിക്കുന്ന രീതിയിൽ മലയാള സിനിമയോട് നിർമ്മിച്ചാൽ അല്ലെങ്കിൽ സംവിധാനം ചെയ്താൽ അത് മലയാളികൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കും എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സർവമയുടെ വൻ വിജയം. ഇനിയും ഒരുപാട് നല്ല ചിത്രങ്ങൾ ഈ വർഷം 2026 റിലീസാവാനുണ്ട്. നമുക്ക് ആ നല്ല സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കാം.